ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ IIT ജോധ്പൂരിൻ്റെ ഈ കാണുന്ന ഹോസ്റ്റൽ റൂമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ റീഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന IITയിലെ ഒരു ഹോസ്റ്റൽ റൂമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ റീഡിസൈൻ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഡൈമെൻഷൻസ് നോക്കാം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2.6 മീറ്ററും, അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.7 മീറ്റർ ആയിട്ടുള്ള റൂമാണ് നമ്മൾ റീഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ 2 ബെഡ്റൂമും പിന്നെ അതുപോലെ ഒരു ചെറിയൊരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ പോലുള്ള ഒരു ടേബിളുമാണ് മെയിൻലി റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്ലാൻ വരയ്ക്കാം. പ്ലാനിൽ ഞാൻ വലിയൊരു കാര്യമായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു വാള് ലേഔട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഓട്ടോക്കാഡിൽ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാം, ഇതാണ് 3 മീറ്റർ ലെങ്ത് വരുന്ന വാളും അതുപോലെ തന്നെ 2.6 മീറ്റർ ലെങ്ത് വരുന്ന വാളും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം നമുക്ക് ഇതിൻ്റെ നേരെ 3Dയിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ 3D ലുക്കാണ് നമ്മൾ കാണുന്നത് സ്കെച്ചപ്പിൽ. അതായത് ഇവിടെയായിട്ടാണ് മെയിൻലി ഒരു ബെഡ് താഴെയും പിന്നെ അതുപോലെ ഒരു ബെഡ് മുകളിലും. ഇതിൻ്റെ ഈ വാളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ വിൻഡോ വെക്കുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ വലിയ ഉപയോഗമൊന്നുമില്ല ആ വിൻഡോ വെച്ചിട്ട്. അപ്പോൾ നമ്മളത് എടുത്ത് കളഞ്ഞു. റൂമിൽ ഓൾറെഡി AC ഉണ്ട്, അതോടെ തന്നെ നമുക്ക് അവിടെ വിൻഡോ വേണ്ട എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുത്തു. പിന്നെ ആ വിൻഡോ ഫുള്ളി ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 2 ബെഡും ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഇതിൻ്റെ 3D ആക്കാനും റെൻഡറിങ് ചെയ്യാനുമാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും സമയം നമുക്ക് ഇതിൻ്റെ റെൻഡറിങ് വീഡിയോ നമുക്ക് നേരെ പോയി കണ്ടിട്ട് വരാം. അതായത് ഇതായിരുന്നു നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ ആയിരുന്നു ഈ റൂമിൽ ഇരുന്നത്. അതായത് 2 ബെഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയായിരുന്നു ഈ റൂം. നമ്മൾ പറഞ്ഞതുപോലെ ഈ കാണുന്ന റൂമാണ് നമ്മൾ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ പോയി ഇതിൻ്റെ റെൻഡറിങ് കണ്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് റെൻഡറിങ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ എന്നാൽ കൂടിയും വളരെ സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ഇതിൻ്റെ ടെക്നിക്കൽ വീഡിയോ ഷൂട്ടിങ്ങിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡായിരുന്നു ഏറ്റവും കൂടുതൽ പാടായിരുന്നു ഇത്രയും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യണ പോലെ എല്ലാവരും കുറച്ചുകൂടെ വേറൊരു തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെ നിങ്ങളുടെ റൂമും റീഡിസൈൻ ചെയ്ത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ ID-യിലോട്ട് ജസ്റ്റ് മെയിൽ ചെയ്യുക. അപ്പോൾ പിന്നെ നല്ല വീഡിയോ വരും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ.